ഇടവിട്ടോ ഫ്രീക്വന്റ് ആയോ അനുഭവപ്പെടുന്ന എല്ലാ തലവേദനയും മൈഗ്രെയിൻ ആണെന്ന് വിശ്വസിക്കാറുണ്ട്. തലവേദന എന്നത് ഒരുപാട് അസുഖങ്ങളുടെ ഭാഗമായി വരുന്ന ഒരു ലക്ഷണം മാത്രമാണ്. സോ തലവേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് കറക്റ്റായി രോഗനിർണയം നടത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. 2, നിങ്ങളുടെ മൈഗ്രെയിൻ ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഓരോ ആളുകളിലും മൈഗ്രെയിൻ ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങൾ ഡിഫറെന്റ് ആയിരിക്കും. പല ആളുകൾക്കും സ്പെസിഫിക് ആയ അധികം ശ്രദ്ധിക്കാത്ത റയറായ കാര്യങ്ങളും മൈഗ്രെയിനിലേക്ക് നയിക്കാറുണ്ട്. 3, മൈഗ്രെയിനിന്റെ കൂടെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും അസുഖങ്ങളുണ്ടോ? ഫോർ എക്സാമ്പിൾ ഗ്യാസ്ട്രിക് ഇഷ്യൂസ്, ആസിഡിറ്റി, സെർവൈക്കൽ സ്പോണ്ടൈലോസിസ്, കാഴ്ചയ്ക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, തൈറോയ്ഡ് ഡിസീസസ്, PCOD, റൊമാറ്റിക് കണ്ടീഷൻസ്, എൻഡോക്രൈനോളജിക്കൽ ഡിസോർഡേഴ്സ്, ഇങ്ങനെ പല അസുഖങ്ങളും മൈഗ്രെയിനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരാം. മൈഗ്രെയിനിൽ തലവേദന മാത്രം ഫോക്കസ് ചെയ്യാതെ അവർക്ക് അനുഭവപ്പെടുന്ന ഇങ്ങനെയുള്ള കണ്ടീഷൻസും കൺസിഡർ ചെയ്തിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ടുള്ളത്. ഡീറ്റെയിൽ ആയ കേസ് ടേക്കിംഗ് നടത്തി ഇങ്ങനെയുള്ള എല്ലാ ഫാക്ടേഴ്സും കൺസിഡർ ചെയ്ത് ഓരോ വ്യക്തിയെയും അടിസ്ഥാനമാക്കി നൽകുന്ന ഹോമിയോപ്പത്തിക് മെഡിസിൻസ് കഴിച്ച് ആവശ്യമായ മാറ്റങ്ങൾ ലൈഫ് സ്റ്റൈലിൽ ഫോളോ ചെയ്യുമ്പോൾ തലവേദനയുടെ ഫ്രീക്വൻസിയും ഇന്റൻസിറ്റിയും ഒപ്പമുണ്ടാകുന്ന മറ്റ് സിംറ്റംസും ബുദ്ധിമുട്ടുകളും കുറഞ്ഞു വരുന്നതായി കാണാറുണ്ട്.